പർവ്വത നന്ദിനി പാർവതി ദേവി തൻ പ്രിയഭക്തയായൊരു കൂളിവാക, കാനനവാസിനി കന്യകയായൊരു കൂളിവനത്തിലെ ദേവത നീ. 1000 മർക്കന്മാരൊന്നിച്ചുദിച്ച പോൽ തേജോമയമാമുഖബിംബവും, കാഞ്ചന കാന്തി കടഞ്ഞെടുത്ത പോലെ സൗന്ദര്യധാമമാം കന്യക നീ. ഘനശ്യാമമോഹന നീലോൽപലമിഴി സുന്ദരി കാനന കൂളിവാക, കാനന ചെമ്പകപ്പൂമണം ചോരുന്ന ചന്തത്തിനൊത്തൊരു മെയ്യഴകും. പണ്ടു മഹാദേവൻ കാട്ടാളവേഷത്തിൽ ചെന്നു വനത്തിൽ നായാട്ടിനായി, കണ്ടു വഴിയെ അമൂല്യമാം രത്നത്തെ കൂളിവാകയാകും കന്യകയെ. പെൺകൊടിയാളിൽ അനുരാഗം ഒത്തു മഹാദേവൻ ചൊന്നു, എനിക്കിന്നു നീ നായാട്ടു ശേഷം ഒന്നായി രമിക്കണം, കാത്തിരിക്കുക നീ വേഗമെന്നെ. കേട്ടു സ്തംഭിച്ചൊരാ പെൺകൊടി രക്ഷയ്ക്കായി കേണുടൻ ദേവി തൻ തൃപ്പാദത്തിൽ, ഭക്തതൻ മാനസവേദന കൈക്കൊണ്ടു പരിഹാരവുമേകി ശ്രീ പാർവതി. പരിതാപമൊന്നുമേ വേണ്ട മകളെ, നീ പോകുക നിന്റെ കുടിലിലേക്കായി. ഞാൻ നിന്റെ രൂപമെടുത്തുകൊണ്ടിൻ പതി പരമേശ്വരനായി കാത്തു നിൽക്കാം. ദൂരെ വരുന്നു മഹാദേവനിച്ഛയാൽ കൂളിവാകയുമായി ഒന്നിക്കുവാൻ. സംഗമതൃപ്തനായി ശ്രീ മഹാദേവനും ദേവിയോ ഗർഭവതിയുമായി. കാലം കടന്നു ചെന്ന മുഹൂർത്തത്തിൽ ജനിച്ചു ആദ്യത്തിൽ കരിങ്കുട്ടിയും, പിന്നെയോ ചാത്തന്മാരൊന്നൊഴിയാതെ തുടർച്ചയായങ്ങു പിറന്നിടുന്നു. മായയാം കോളിവാകയായി മാറിയ പാർവതിയേറെ വിവശയായി, തൻപതിയോടുര ചെയ്തു ചതിയ പൊറുക്കുക ഖേദമില്ലാതെ എന്നിൽ. എല്ലാം മഹാദേവ ലീലകളെന്നല്ലേ പൊന്നുണ്ണി വിഷ്ണുമായ പിറന്നു. ഭൃംഗാസുരവധം ചെയ്തിടുവാനായി കനിഷ്ഠപുത്രനായി വിഷ്ണുമായ. കൃഷ്ണവർണ്ണത്താലെ മോഹനരൂപനാം സ്വർണപ്രഭ ചൊരിയും സ്വാമിയെ, എൻ കുടുംബദേവതയായി വിളങ്ങുന്ന ആദ്യപുത്രനാം കരിങ്കുട്ടിയെ. കഠിനമായുള്ളൊരു ഉപാസനയിലൂടെ പൂർവികർ തന്നൊരു മൂർത്തിയല്ലേ, എന്നകതാരിൽ നിന്നെങ്ങു മറഞ്ഞുപോയി ഇന്നീ വഴിയിൽ തിരികെയെത്തി. പണ്ടു പൂർവികരാൽ ഉപാസന കൈകൊണ്ടു ചെയ്തു വന്നിടുന്ന കർമ്മമെല്ലാം നിഷ്ഠയോടെ പരിപാലിച്ചു പോന്നിടാം പൊന്നാരം കുട്ടി കരിങ്കുട്ടിയെ. മണികിരീടം ചാർത്തി ചേലൊത്ത കുണ്ഡലം ഖണ്ഡമാലാലാം കൃതമേനിയും, കൈവള ചിത്രഭാവത്താലെ കിങ്ങിണി ആഭരണമായി ധരിച്ചവനെ. വെള്ള ഋഷഭമാം വാഹനമേറിയ ധീരനാം നായകനാകും സ്വാമി. അഗ്നിയുമായുധമായ മുടിങ്കോലും നീലിമയാർന്ന പട്ടാംബരവും, ഇഷ്ട നിവേദ്യമാം കള്ള് തവിട് കലശം വരപ്പൊടി എന്നിവയാൽ ആണ്ടിലായി പൂർവികർ ചെയ്തു പോന്നുള്ളൊരു പൂജ ഞാൻ ചെയ്തിടാമെൻ കുട്ടിയെ. ക്ഷിപ്രപ്രസാദിയാകുന്നു കരിങ്കുട്ടി തൽക്ഷണം ക്ഷിപ്രകോപിഷ്ടനുമാം. സാത്വിക മൂർത്തി ഗണപതിക്കുമീതെ ധനധാന്യ സമ്പത്ത് സ്വാമി നൽകും. പിൻപേ വരുന്ന തലമുറ സ്വാമിയെ എങ്ങാനും ഒന്നു മറന്നുപോയാൽ സർവസമ്പത്തും നശിപ്പിച്ചിടും സ്വാമി. എപ്പോഴും ഓർമ്മയുണ്ടായിടണം. ഉപാസകൻ എപ്പോഴും സത്യധർമ്മ ശുദ്ധി പാലിച്ചിടുന്നവനായിടണം. മദ്യപാനിയോ അസന്മാർഗചിത്തനോ ആകരുതെന്നത് നിർബന്ധമാം. രക്ഷയ്ക്കു വേണ്ടി വിളിക്കുകയിലോ സ്വാമി കരുണാമയനായി ഓടിയെത്തും. എങ്ങ
രക്ഷ ചെയ്തിടണമെന്നത് സ്വാമി തന്നിച്ഛയാലായിരിക്കും. എൻ കുലദേവതയാം കരിങ്കുട്ടിയെ എന്നും ഉപാസന ചെയ്തിടുന്നു. ഏതൊരാപത്തിലും രക്ഷകനായ എന്റെ